വെൽക്കം ടു എക്സാമിനർ മക്കളെ. മൂസിൻ സാറാണ് മക്കളെ. യെസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മക്കളെ NMMS മാറ്റിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നിങ്ങളെ സിമ്പിളായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ മക്കളെ. ഇതാണ് നമ്മുടെ ടോപ്പിക്, കലണ്ടർ മാത്സ്. മാത്സിൽ കലണ്ടർ വെച്ചിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് എക്സാമിന് സ്ഥിരമായിട്ട് NMMS ചോദിക്കുന്നതാ. സോ നമുക്കിത് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ സെറ്റ് ആക്കി തരാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ മക്കളെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇന്ന് തിങ്കളാഴ്ച എങ്കിൽ 87 ദിവസം കഴിഞ്ഞ് ഏത് ദിവസമായിരിക്കും? അതായത് ഇത് ഇന്ന് ടുഡേ ഈസ് മൺഡേ, ഇന്ന് മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഡേ വിൽ ബി ആഫ്റ്റർ 87 ഡേയ്സ്? 87 ദിവസം കഴിഞ്ഞിട്ട് ഏതായിരിക്കും ദിവസം എന്നുള്ളതാണ് ചോദ്യം. മക്കളെ നമുക്കറിയാം, ഒരാഴ്ച കഴിയാൻ 7 ദിവസമാണ്. യെസ്, ഒരു വീക്കിൽ 7 ദിവസമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 87 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേ ആണ് ചോദിച്ചത്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്ര ചെയ്താൽ മതി. ആ 87നെ 7 കൊണ്ട് ഹരിക്കുക. എന്തിനാ 7 കൊണ്ട് ഹരിക്കണത്? ഒരാഴ്ചയിൽ 7 ദിവസം ഉള്ളത്. അപ്പൊ എത്ര ആഴ്ച ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് 7 കൊണ്ട് ഹരിക്കുക. സോ 87 7 കൊണ്ട് ഹരിക്കുമ്പോൾ 8ൽ എത്ര 7 ഉണ്ട്? 1. സോ ഇവിടെ 1 എഴുതി, ഒരു 7, 1 × 7 7. ആദ്യം 8ൽ നിന്ന് 7 മൈനസ് ചെയ്തു, റിമൈൻഡർ ബാക്കി 1. 1ൽ 7 പോകില്ല, ഈ ബാക്കി 7 ഇറക്കി എഴുതി. 17ൽ എത്ര ഉണ്ട്? 17 2 7 14. 17 17 14 കുറച്ചാൽ ഡിവൈഡർ ബൈ യെസ് ലാസ്റ്റ് 3 കിട്ടും. റെഡി ആണല്ലോ? ഇവിടെ റിമൈൻഡർ ശിഷ്ടം 3 എന്ന് വന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഇവിടെ ശിഷ്ടം 3. അപ്പോൾ 87 7 ദിവസം കറക്റ്റ് ആയിട്ട് 12 പോകും. ബാക്കി ഒരു 3 ഡേയ്സ് അവിടെ റിമൈൻഡർ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ഇന്ന് തിങ്കളാഴ്ച, ടുഡേയ്സ് മൺഡേ, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 87 ദിവസം കഴിഞ്ഞ് എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ആ മൺഡേ, ആ തിങ്കളിലേക്ക് ആ 3 അങ്ങോട്ട് കൂട്ടിയാൽ മതി. വെരി സിമ്പിൾ. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇവിടെ റിമൈൻഡർ സിസ്റ്റം എത്രയാണോ വന്നത് ആ 3 ആ തിങ്കളിലേക്ക് കൂട്ടുക. അതായത് ഇന്ന് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ഇത്രയേ ഉള്ളൂ. ആ 3 അങ്ങോട്ട് കൂട്ടുക, 3 ദിവസം അങ്ങോട്ട് കൂട്ടുക. തിങ്കളാണ് ഇന്ന്, ചൊവ്വ, ബുധൻ, വ്യാഴം. സോ ദ ആൻസർ ഈസ് വ്യാഴം. 87 ദിവസം കഴിഞ്ഞ് മറ്റൊരു ദിവസം എത്രയായിരിക്കും? വ്യാഴമായിരിക്കും. സെറ്റ് ആണല്ലോ? 87 ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തായിരിക്കും? വ്യാഴാഴ്ചയായിരിക്കും. ക്ലിയർ അല്ലേ? സെറ്റ്. സിമ്പിൾ ആണ്. 7 കൊണ്ട് ഹരിക്കുക, ആ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടിയ റിമൈൻഡർ അതിലേക്ക് അങ്ങോട്ട് കൂട്ടാം. സിമ്പിൾ. യെസ്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വളരെ സിമ്പിൾ ആണ്. എൻ്റെ മക്കൾ ചെയ്തോളൂ. നോക്കിക്കോ. ഇന്ന് ഞായറെങ്കിൽ, ഇന്ന് ഞായർ, ടുഡേ ഈസ് സൺഡേ, ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ 94 ദിവസം കഴിഞ്ഞിട്ട്, യെസ്, ആഫ്റ്റർ 94 ഡേയ്സ്, 94 ദിവസം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ഏതായിരിക്കും ഡേ? സിമ്പിൾ. ഈ 94 എന്ത് ചെയ്യുക മക്കളെ? 94നെ 7 കൊണ്ട് ഹരിക്കുക. വെരി സിമ്പിൾ. 94നെ 7 കൊണ്ട് ഹരിക്കുക. എത്ര ആവും? 9ൽ എത്ര ഉണ്ട്? ഒരു 7 7. 9നെ 7 കൊണ്ട് ഹരിച്ചാൽ എത്രയായി? യെസ്, 9ന് 7 കുറച്ചാൽ ബാക്കി 2. 2ൽ 7 പോകില്ല. സോ 4 ഇറക്കി എഴുതി. 24 എത്രയുണ്ട്? 3 3 7 21. 24ന് 21 മൈനസ് ചെയ്താൽ ബാക്കി റിമൈൻഡർ 3. ഇവിടെ ശിഷ്ടം എത്ര കിട്ടി? റിമൈൻഡർ 3 ആണ്. സോ 94 ദിവസം കഴിഞ്ഞിട്ട് എത്ര ദിവസം ഒന്ന് വെക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതാ ഇവിടെ ഞായറല്ലേ, ഈ ഞായറിലേക്ക്, സൺഡേ, ഞായറിലേക്ക് എന്ത് കൂട്ട മക്കളെ? ആ റിമൈൻഡർ ആയിട്ടുള്ള 3 അങ്ങോട്ട് കൂട്ട. ഇന്ന് ഞായറാണ്, തിങ്കൾ, ചൊവ്വ, ബുധൻ. സിമ്പിൾ. ഇന്ന് ഞായറാണ്. സോ 3 റിമൈൻഡർ വന്നത്. ഇത്രയേ ഉള്ളൂ. ഈ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. സോ ദ ആൻസർ ഈസ് ബുധൻ. ബി ഈസ് ദ റൈറ്റ് ആൻസർ. വെരി 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 സിമ്പിൾ മക്കളെ. സെറ്റ് അല്ലേ? പൊളിയല്ലേ? യെസ്, വെരി സിമ്പിൾ. അപ്പൊ ഈ 2 ക്വസ്റ്റ്യനും ഇങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. ക്ലിയർ കട്ടാക്കി സെറ്റാക്കി വെക്കുക. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ന് ബുധനാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 96ാമത്തെ ദിവസം എന്തായിരിക്കും? ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യനും ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ചോദിച്ചത് 94 ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം എത്രയായിരിക്കും, ഏതാ ദിവസം എന്ന് ചോദിച്ചത്. അതായത് 94 ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്തായിരിക്കും, അങ്ങനെയാണ് ഇത് ചെയ്യുക. പക്ഷെ ഇവിടെ ചോദിച്ചത് 96ാമത്തെ ആ ദിവസം എത്രയായിരിക്കും? 96ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് അല്ല, 96ാമത്തെ ദിവസം എന്തായിരിക്കും? അപ്പൊ ഇത് തമ്മിലുള്ള ചെറിയ വ്യത്യാസം ഉണ്ട്. എന്താ പറഞ്ഞുതരാം. അപ്പൊ നോക്കിക്കോ. ടുഡേ ഈസ് വെനസ്ഡേ, ഇന്ന് ബുധനാഴ്ചയാണ്. 96ാം ദിവസം
96ാമത്തെ ദിവസം. വിച്ച് ഡേ വിൽ ബി 96th ഡേ. 96ാമത്തെ ദിവസം ഏതായിരിക്കും ദിവസം? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 96നെ 7 കൊണ്ട് ഹരിക്കുക. 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നോക്കിക്കോട്ടോ, 96നെ 7 കൊണ്ട് ഹരിച്ചാൽ 9 എത്രയുണ്ട്? ഒരു 7 7. നേരത്തെ പോലെ റിമൈൻഡർ 2. 2 പോലെ 6 ഇറക്കിയത്. 7 3 7 21. ഇവിടെ 6 26 25 മൈനസ് ചെയ്താൽ 5. ഇവിടെ ശിഷ്ടം 5 കിട്ടി. ഇവിടെ ശിഷ്ടം 5 കിട്ടി. അപ്പോൾ നമ്മളിതാ ബുധനിലേക്ക് ഞാൻ ഈ 5 കൂട്ടിയാൽ, ബുധനിലേക്ക് 5 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ 96 ദിവസം കഴിഞ്ഞിട്ട് ഏതാണോ ഡേ, ആ ഡേ ആണ് കിട്ടുക അല്ലേ? നമ്മൾ ഇവിടെ പഠിച്ചു 94 ദിവസം കഴിഞ്ഞിട്ട് ഏതാണ് ദിവസം. സോ ഇത് ഞാൻ ചെയ്യുന്നത് എന്താ? 96 ദിവസം കഴിഞ്ഞിട്ട് ഏതാണ്? ഈ 5 കൂട്ടിയതല്ലേ ബുധൻ. വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ. 96 ദിവസം കഴിഞ്ഞിട്ട് ഏതായിരിക്കും ദിവസം? യെസ്, 5 കൂട്ടിയതാ. പക്ഷെ 96ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ 5ന് പകരം 4 കൂട്ടിയാൽ പോരെ? ആ 1 അങ്ങോട്ട് മൈനസ് ചെയ്താൽ പോരെ? ആ 5 ദിവസം കൂട്ടുന്നതിന് പകരം ഒരു ദിവസം പിന്നിലേക്ക് ഇതിന് എന്ത് ചെയ്യുക? 1 മൈനസ് ചെയ്തിട്ട് കൂട്ടുക. 96ാമത്തെ ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ഈ 5ന്ന് 1 മൈനസ് ചെയ്തിട്ട് കൂട്ടുക. സോ ബുധനിലേക്ക് 4 കൂട്ടുക. ബുധൻ എന്തായി? ഇന്ന് ബുധനാണ്. വ്യാഴം വെള്ളി ശനി ഞായർ. സോ ദ ആൻസർ ഈസ് ഞായർ. എന്തായിരിക്കും? ഞായർ. സോ ദ ആൻസർ ഈസ് എ. ഞായർ ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ സിമ്പിൾ ആണ്, സെറ്റ് ആണ്. ഇവിടെ നോക്കുക, ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് 96ാമത്തെ ദിവസം എന്തായിരിക്കും? ഈ 96ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റിമൈൻഡറിന് ഒരു ഡേ മൈനസ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. പക്ഷേ ഈ 2 ക്വസ്റ്റ്യനും 87 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേ എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ആ റിമൈൻഡർ കൂട്ടിയാൽ മതി. ഇവിടെ 94 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേ എന്താണെന്നാണ്. ഈ റിമൈൻഡർ കൂട്ടിയാൽ മതി. ഇവിടെ 96ാമത്തെ ദിവസം കഴിഞ്ഞിട്ടല്ല, 6ാമത്തെ ദിവസം എന്താണ് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആ റിമൈൻഡറിൽ നിന്ന് ഒരു ഡേ മൈനസ് ചെയ്യുക. സോ റിമൈൻഡർ 5 കിട്ടിയതെങ്കിൽ 4 കൂട്ടിയാൽ മതി ഈ ക്വസ്റ്റ്യനിൽ. ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യനും എൻ്റെ മക്കളെ സിമ്പിളാക്കി സെറ്റാക്കി വെക്കുക. മക്കളെ NMMS എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് സിമ്പിളാക്കി സെറ്റാക്കി വെക്കുക. റെഡി അല്ലേ? സോ എൻ്റെ മക്കൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എൻ്റെ മക്കൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കണം. എത്ര പേര് ശരിയാക്കുന്നുണ്ട് നോക്കട്ടെ. മക്കളെ ഈ ട്രിക്ക് മനസ്സിലായവർ, സിമ്പിളായി സെറ്റായ എല്ലാ കുട്ടികളും, ക്ലാസ് ഇഷ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ട്രിക്കുകളുമായി ഇനിയും സേർ വരുന്നതായിരിക്കും. ബൈ ബൈ.